അല്ല, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? പക്ഷെ എനിക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ഒരു ചോദ്യം ചോദിക്കരുത്. കാരണം എനിക്ക് അത്ര വലിയ അറിവൊന്നുമില്ല. അത് നിനക്കും അറിയാലോ. പിന്നെ നീ ഓരോരോ വലിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നീ വലിയ ആളാവും. ഞാൻ എന്താ പറയാ, അമ്മക്കൊന്നും ഈശ്വര, വേണ്ടിട്ടല്ലേ നീ പറയുന്നത്. ഒരിക്കലും അല്ലാട്ടോ എൻ്റെ അമ്മയെ ഇങ്ങനെയൊന്നും പറയരുത് അമ്മ. നിസ്സാര ചോദ്യങ്ങൾ. എല്ലാ മനുഷ്യരും ഭക്തരാണ്, ഭക്തിയില്ലാത്ത മനുഷ്യർ കുറവാണ്. അപ്പോൾ ഭക്തിയുള്ള എല്ലാ ഭക്തരും അമ്പലത്തിൽ പോണതും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും തൻ്റെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രമാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും ജീവിതം ജീവിക്കാൻ പറ്റില്ല, ഭയങ്കര കഷ്ടമാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് മിക്കവാറും ആൾക്കാർ ദൈവത്തിൻ്റെ മുമ്പത്ത് വിളക്ക് കത്തിക്കുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും പറയാം, ഞാൻ സംതൃപ്തനാണ്, എനിക്ക് എല്ലാം ഉണ്ട്, എല്ലാം തികജമാനാണെന്ന് ഒരു ഭക്തനും കൂടി ദൈവത്തിനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അല്ല, എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് നന്ദി പറയും, പിന്നെ 4 ദിവസം കഴിഞ്ഞ് വീണ്ടും പരാതി പറയും പോരാ എന്നുള്ളത്. അതാണ് മനുഷ്യൻ. എത്ര കിട്ടിയാലും പോരാത്ത ആക്രാന്തിയും അഹങ്കാരം പിടിച്ചവനും കൊടുത്ത് ദൈവം എടുത്താലും മേടിച്ച് മനുഷ്യൻ മറക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കാരണം എത്രത്തോളം പൈസയുണ്ടോ അത്രത്തോളം ആക്രാന്തവും ആഗ്രഹങ്ങളും കൂടി വരുന്നതിൻ്റെ പേരാണ് മനുഷ്യൻ. മൃഗങ്ങൾ വയറ് നിറഞ്ഞാൽ ഭക്ഷണം നിർത്തും, പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. ആക്രാന്തം മരണം വരെ. ഇപ്പം അമ്മ വായങ്ങാന്ന് പഠിച്ചില്ലേ, അതുപോലെ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ അവസാനമായിട്ട് എന്താ ആഗ്രഹം ചോദിച്ചാൽ എൻ്റെ സ്വത്തേ എന്നേ പറയുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഭാര്യനെ ആയിരിക്കും, കുട്ടികളെ ആയിരിക്കും, അമ്മേനെ ആയിരിക്കും, അച്ഛനായിരിക്കും, ഒന്നുമല്ല, ബാക്കി വെച്ച് പോയ പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പോൾ ഭഗവാനോട് ഒരു ഭക്തൻ പോവുകയാണ്. അപ്പോൾ ഭഗവാന് പല രൂപങ്ങളുണ്ടല്ലോ, ചെറിയ ബാല്യം മുതൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കൃഷ്ണൻ ഉണ്ണിക്കണ്ണനാണ് അവിടെ ആ സമയത്തുള്ളത്. അപ്പോൾ ഉണ്ണിക്കണ്ണനോട് പോയിട്ട് പരാതി പറയുകയാണ്, ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, സംഘർഷത്തിലാണ്, സന്തോഷമില്ല, എനിക്ക് എൻ്റെ അമ്മയിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടില്ല, അച്ഛനിൽ നിന്ന് കിട്ടിയിട്ടില്ല, സഹോദരന്മാരിൽ നിന്ന് എനിക്കൊരു സ്നേഹം കിട്ടിയിട്ടില്ല, ഇങ്ങനെ ഒരു ദുരിതം പിടിച്ച ജീവിതം എനിക്ക് ആയല്ലോ എന്ന് പറയുമ്പോൾ അന്ന് ആ നിമിഷം അവിടെ ഉള്ളത് ഉണ്ണിക്കണ്ണനാണ്. അപ്പോൾ ഉണ്ണിക്കണ്ണൻ എന്ത് പറയും? ഉണ്ണിക്കണ്ണൻ പറയൂ, അയ്യോ എൻ്റെ ഭക്ത, ഞാൻ അനുഭവിച്ച ദുരിതം നീ അനുഭവിച്ചിട്ടുണ്ടോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ മാതാപിതാക്കളെ വേർപിരിഞ്ഞു. എപ്പോഴാണോ ഒരു കുഞ്ഞിന് തൻ്റെ മാതാവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് കിടക്കാനും നെഞ്ഞോട് ചേർന്ന് കിടന്ന് ആ മാതാവിൻ്റെ എന്താ പറയുക വാത്സല്യം നുകരാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. അതുപോലുള്ള ദുരിതം വല്ലതും നീ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. എന്നാ ഉണ്ണിക്കണ്ണൻ ചോദിക്കും. അപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ ചോദ്യം ഉണ്ണിക്കണ്ണനോട് നമ്മൾ ചോദിച്ചാൽ ഉണ്ണിക്കണ്ണൻ ഉത്തരം നൽകി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഒരു കൗമാര പ്രായത്തിലുള്ള കൃഷ്ണനാണ് അവിടെ ഉള്ളതെന്ന് വിചാരിക്കുക ആ സമയത്ത്. അപ്പോൾ ആ കൃഷ്ണൻ എന്ത് മറുപടി പറയും? ആ കൃഷ്ണനെ, അതായത് ഈ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി ഒരു വളർത്തച്ഛനും വളർത്തുമ്മയില്ലേ യശോദി, അവർ വളർത്തിയില്ലേ. പക്ഷെ അവിടുന്നും ആ കൃഷ്ണന് വേർപിരിഞ്ഞ് വരേണ്ടി വന്നു ആ സമയത്ത്. പിന്നെ താൻ ജീവന് തുല്യം സ്നേഹിച്ച തൻ്റെ രാധയെ വേർപിരിഞ്ഞ് വരേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ കൗമാരത്തിൽ തന്നെ സ്വന്തം അമ്മാവനെ നിഗ്രഹിച്ചിട്ട് ആ പഴി പോലും കേൾക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും കൂടെയാണ് ആ കൗമാരപ്രായം കൂടി വന്നുപോയത്. അപ്പോൾ അതൊക്കെ നീ അനുഭവിച്ചിട്ടുണ്ടോ ഭക്ത, മനുഷ്യ എന്നൊക്കെ ചോദിക്കൂ. പിന്നെ യൗവനം അല്ലേ, കൗമാരപ്രായം എല്ലാം കഴിഞ്ഞ് ഒരു മധ്യവയസ്സൊക്കെ വരുന്ന ആ സമയം, ആ സമയത്തുള്ള കൃഷ്ണനോട് ചോദിച്ചാൽ കൃഷ്ണൻ എന്ത് പറയും? അപ്പം കൃഷ്ണൻ പറയും, എന്നെ എന്തെല്ലാം രീതിയിൽ എന്നെ എന്തൊക്കെ പേരിട്ട് വിളിച്ചിട്ടുണ്ട് അല്ലേ. മായാവിന്ന് വിളിച്ചിട്ടുണ്ട്, കള്ളെന്ന് വിളിച്ചിട്ടുണ്ട്, സ്ത്രീലോലെന്ന് വിളിച്ചിട്ടുണ്ട്, സ്ത്രീലോലമെന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഇനി വിളിക്കാനില്ലാത്ത ഒരു പേരും ബാക്കിയില്ല. അതൊക്കെ ഞാൻ കേട്ടിട്ടില്ലേ ഭക്ത, അതിനേക്കാളും കൂടുതൽ ഇതൊക്കെ കൃഷ്ണൻ തന്നെ വന്ന് പറയുമ്പോൾ അപ്പോൾ ദൈവം പറയണ മറുപടി ഇതായിരിക്കും എന്ന് വെച്ചാൽ, ജീവിതം സംഘർഷങ്ങളും സങ്കടങ്ങളും എല്ലാ ദുരിതങ്ങളും നിറഞ്ഞതാണ്. ഈ ദുരിതങ്ങളൊക്കെ നീന്തിക്കയറി നമ്മൾ അതൊന്ന് വിജയിച്ച് വന്നാൽ നമ്മൾ മനുഷ്യരാണ്. അതല്ല പകുതിയിൽ പേടിച്ച് നമ്മുടെ ജീവൻ ത്യജിക്കുകയോ അല്ലെങ്കിൽ കുടുംബത്തെ വിട്ട് ഓടുകയോ ചെയ്യുന്നവനാണ് ഭീരു. 2 വർഗ്ഗങ്ങളാണ് ഈ ലോകത്തുള്ളത്, ഒന്ന് ഭീരുക്കളും ഒന്ന് മനുഷ്യരും. ഭീരുക്കളാവാന്ന് പറഞ്ഞാൽ എല്ലാ സങ്കടങ്ങളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും ഒളിച്ചോടുന്ന വ്യക്തിയാണ് ഭീരു. ഇതെല്ലാം തരണം ചെയ്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ മനുഷ്യൻ. അപ്പോൾ ഒരു കാരണവശാലും സന്തോഷത്തെ വാങ്ങാനും കഴിയില്ല, സങ്കടത്തെ നമുക്ക് താങ്ങാനും കഴിയില്ല. അപ്പോൾ ഇതെല്ലാം തരണം ചെയ്ത്, താങ്ങാൻ കഴിയാത്തതിനും താങ്ങി തരണം ചെയ്ത്, വാങ്ങാൻ കഴിയാത്തതിനെ വാങ്ങാൻ ശ്രമിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ പേരാണ് ജീവിതം. ഇപ്പോൾ അമ്മ ചിരിക്കണില്ലെങ്കിൽ, ഞാൻ പറയണില്ലെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. ഇതന്നെയാണ് ജീവിതം അല്ലേ. അപ്പോൾ ഈശ്വരനോട് നമ്മൾ ചോദിക്കുകയാണ്, ഈശ്വര എന്തിനാണ് എനിക്ക് മാത്രം സങ്കടം എന്ന് പറയുമ്പോൾ ഈശ്വരൻ അമ്മ പറഞ്ഞ പോലെ പറയും,
ഞാൻ അനുഭവിച്ച സങ്കടത്തിൻ്റെ 1/3 പോലും നീ അനുഭവിക്കാത്തത് കൊണ്ട് നിൻ്റെ സങ്കടം കണ്ട് എനിക്ക് സങ്കടേ തോന്നില്ല എന്ന്. അതുകൊണ്ട് സങ്കടത്തിലുള്ളവർ ഓർക്കുക, നമ്മുടെ ഈശ്വരനെ പോലും ഈ ജനം വെറുതെ വിട്ടിട്ടില്ല. പിന്നെയാണോ സാമാന്യമായ ഞാനും നിങ്ങളുമൊക്കെ എന്ന് ചിന്തിച്ച് സങ്കടങ്ങളുള്ളപ്പോൾ ഒന്ന് മാത്രം മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുക. ഏതൊക്കെ ഹൃദയത്തിൽ സങ്കടമുണ്ടോ അവിടെ ഈശ്വരൻ വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു ലോകം സൃഷ്ടിക്കുന്നുണ്ട്, സന്തോഷത്തിൻ്റെ ലോകം അല്ലേ. പിന്നെ രാമനായും കൃഷ്ണനായും അവതാരം എടുത്തപ്പോഴൊക്കെ ഈ സങ്കടങ്ങളെ എങ്ങനെ നമ്മൾ തരണം ചെയ്യണം എന്നുള്ളത് പോലും ഭഗവാൻ നമ്മുടെ മുമ്പിൽ നിദർശനമായി കാണിച്ചിട്ടുണ്ട്. എന്നിട്ടും മനുഷ്യർ അയ്യോ ഞാനിതെങ്ങനെ സഹിക്കും എന്ന് പറയും. എല്ലാവരും കഷ്ടതകൾ വരുമ്പോൾ അങ്ങനെ പറയും. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ദുഃഖങ്ങൾ വരും, പിന്നെ സന്തോഷം വരും, പിന്നെയും ചിലപ്പോൾ ദുഃഖവും നിരാശയൊക്കെ വരും. അപ്പോൾ അതെല്ലാം തരണം ചെയ്യാനുള്ള മാർഗവും നിന്നിലുണ്ട് എന്നാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക. ഈ അമ്മയാണ് കുറച്ച് നേരത്തെ പറഞ്ഞത് എനിക്ക് ബുദ്ധിയൊന്നുമില്ല, വിവരമൊന്നുമില്ല, മകന് മാത്രമേ ഉള്ളൂ, നിനക്ക് ബുദ്ധിയുണ്ടെന്ന് പറയിക്കുകയും എനിക്ക് ബുദ്ധിയില്ല എന്ന് അറിയിക്കുകയും ചെയ്യാനാണ് നിൻ്റെ പണിയെന്ന് അമ്മ പറഞ്ഞു. ഇപ്പോൾ ഈ സംഭാഷണങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നിലൊന്നുമല്ല, മുഴുവൻ അമ്മയിൽ തന്നെയാണ് ഉള്ളത്. എന്നിട്ട് ഞാൻ പാവമാണേന്ന് പറഞ്ഞിട്ട് വലുതാവാനാണ് അമ്മ നോക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കുള്ളൊരു കുത്ത്, നീ ബുദ്ധിമാനാണെന്ന് ഞാൻ മണ്ടിയാണെന്ന് ലോകത്തിന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നീ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇതിന് ഞാൻ ഇന്ന് അമ്മയ്ക്ക് ശരിയാക്കി തരുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അത് ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുക. ദൈവം തന്നെ അവതാരം എടുത്ത് നമുക്ക് പല നിദർശനങ്ങളും കാട്ടിത്തന്നിട്ടുണ്ട്. അപ്പൊ ആ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമ്മുടെ സങ്കടങ്ങളും ദൈവത്തോട് പറയാം. പക്ഷെ ആ സങ്കടം പറയുമ്പോൾ ദൈവം പറയും, ദൈവം നമ്മുടെ ഉള്ളിലിരുന്ന് പറയും ഇന്ന് ഈ രീതിയിൽ നീ തരണം ചെയ്യുന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് തരും. അതാണ്. അപ്പോൾ എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് വിശ്വസിച്ച് എല്ലാ ജീവിതങ്ങളും നല്ല സുഗമമായി പോകാൻ വേണ്ടി നമ്മൾ ദൈവത്തിൽ എന്നും വിശ്വസിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇവരെന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാനൊക്കെ പറഞ്ഞു എന്നുള്ളൂ. ഓക്കേ, ബൈ.